ചീഫ് ജസ്റ്റിസിനു നേരെ കോടതി മുറിക്കുള്ളിൽ അതിക്രമത്തിന് ശ്രമം നടന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനു നേരെ ഷൂ എറിയാൻ ശ്രമം നടന്നു എന്നുള്ളതാണ്. രാവിലെ ഒരു കേസ് പരാമർശിക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. അച്യുതൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഇത്രയും സുരക്ഷയുള്ള അവിടെ എന്താണ് സംഭവിച്ചത്? സ്മിത, ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ കോടതി മുറിക്കുള്ളിലായിരുന്നു ഈ അതിക്രമ സംഭവം. രാവിലെ കോടതി ബെഞ്ച് ചേരുകയും തുടർന്ന് ഈ കേസുകൾ മെൻഷൻ ചെയ്യുന്നതിനിടയിലായിരുന്നു ഒരു അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു അതിക്രമ ശ്രമം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കാലിൽ കിടന്ന ഷൂ ഊരി എറിയാൻ ശ്രമിക്കുന്നതിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി അത് തടയുകയായിരുന്നു. എന്താണ് ഈ സംഭവത്തിന് പിന്നിലെ കാരണം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതകൾ പുറത്തു വന്നിട്ടില്ല. ഏത് അഭിഭാഷകനാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. രാവിലെ കേസുകൾ പരാമർശിക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നത്. ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ഈ അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ കാലിൽ കിടന്ന ഷൂ ഊരി ചീഫ് ജസ്റ്റിസ് BR ഗവായെ എറിയുവാനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ ആ സമയത്ത് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും ആ ശ്രമം തടയുകയും ചെയ്തു. സ്മിത, നിയമത്തിന്റെ എല്ലാ വശങ്ങളും അറിയുന്ന ആള് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു. അഭിഭാഷകൻ തന്നെ അദ്ദേഹത്തിന്റെ കേസ് തന്നെ വാദിക്കുമ്പോഴാണോ, അദ്ദേഹം ഹാജരായ ഏതെങ്കിലും കേസ്, അതിലുള്ള പരാമർശം അത് നടക്കുന്ന സമയത്താണോ ഇത് ഉണ്ടായത്? അങ്ങനെയാണെങ്കിൽ അതിലുള്ള ഏതെങ്കിലും പ്രകോപനം അതായിരിക്കാം എന്ന് കരുതാമല്ലേ? അച്യുതൻ, കേൾക്കാമോ? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് നേരെ തന്നെയാണ് അതിക്രമത്തിന് ശ്രമമുണ്ടായത്. അത് അഭിഭാഷകന്റെ ഭാഗത്തു നിന്നാണ് ആ ശ്രമം നടന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അച്യുതൻ വീണ്ടും ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഞാൻ പറയുമായിരുന്നു, ഇത് കേസ് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജഡ്ജി വാദം കേൾക്കുന്നു. ചീഫ് ജസ്റ്റിസ് ആണ് അവിടെ, വളരെ ഗൗരവമേറിയ കേസുകൾ വാദം കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ അഭിഭാഷകൻ വാദിച്ച ഏതെങ്കിലും കേസിൽ എന്തെങ്കിലും പരാമർശമുണ്ടായി, അതാണോ ഈ പ്രകോപനത്തിന് കാരണം? അങ്ങനെയാണോ ഇപ്പോൾ വരുന്ന വിവരം? സ്മിത, ഇതിന്റെ വ്യക്തമായ കാരണം എന്താണെന്നത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഒപ്പം തന്നെ ഏത് അഭിഭാഷകനാണ് ഈ ഒരു അതിക്രമ ശ്രമം നടത്തിയ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഈ നിമിഷത്തിൽ ലഭിച്ചിട്ടില്ല. നിലവിൽ കോടതി ബെഞ്ച് ഈ കേസുകൾ പരാമർശിക്കാറുണ്ട്. അതായത് ചില ക്രമങ്ങൾ അനുസരിച്ച് കേസുകൾ മെൻഷൻ ചെയ്യുകയും തുടർന്നായിരിക്കും ക്രമ നമ്പർ അനുസരിച്ച് ചില കേസുകളിൽ വാദം തുടരുകയും ചെയ്യുക. എന്തായാലും ഈ കേസുകൾ പരാമർശിക്കുന്ന സമയത്തായിരുന്നു ഒരു അതിക്രമ ശ്രമം ചീഫ് ജസ്റ്റിസിന് നേരെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അത് തൽക്ഷണം തന്നെ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി ആ ശ്രമം പരാജയപ്പെടുത്തുകയായിരുന്നു. ഈ അഭിഭാഷകൻ കാലിൽ നിന്ന് ഷൂ ഊരിയ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇനി ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മുൻ വൈരാഗ്യമോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള സാഹചര്യമാണോ ഈ കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും അത് അല്പസമയത്തിനുള്ളിൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ അവിടെ തന്നെയാണ് ഇങ്ങനെ ഒരു അതിക്രമം നടന്നത്, അതിക്രമത്തിന് ശ്രമം നടന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനു നേരെയാണ് അതിക്രമ ശ്രമം. അതൊരു അഭിഭാഷകന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. കോടതി മുറിക്കുള്ളിൽ അതിക്രമം നടന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.